CBI തലപ്പത്തേക്ക് തിരിച്ചു വന്നതോടെ അലോക് വർമ്മ 5 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. അതേസമയം സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന പേരിൽ അലോക് വർമ്മയ്ക്കെതിരെ വീണ്ടും കേസ്. നയപരമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വർമ്മയെ സുപ്രീം കോടതി വിലക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ഹരീഷ്, CBIയിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ജോലി CBIയുടെ തലപ്പത്തുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചേർന്ന ഉന്നത സമിതി യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുകയാണ്. വൈകുന്നേരം 4:30 കൂടി തന്നെ കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ, അതായത് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് എ കെ സിക്രി എത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് എ കെ സിക്രി അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരടങ്ങിയ 3 അംഗ കമ്മിറ്റിയാണ് ഉന്നതതല സമിതി. അവരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം. അതിൽ തന്നെ 3 പേര് ചേർന്ന് പ്രധാനമന്ത്രിയുടെ വസതി വെച്ച് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറിന് മേലെ ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജസ്റ്റിസ് എ കെ സിക്രിയെ നിയോഗിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ്. കാരണം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അടങ്ങിയ ബെഞ്ചായിരുന്നു വിധി പ്രസ്താവം നടത്തിയ 3 അംഗ ബെഞ്ച്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, അതുപോലെ തന്നെ KM ജോസഫ് എന്നിവരെ 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിൽ ഉണ്ടായത് കൊണ്ട് തന്നെ താൻ ഈ ഉന്നത സമിതിയിൽ പങ്കെടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന് പകരക്കാരെ എ കെ സിക്രിയെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എ കെ സിക്രി അടക്കമുള്ള ഇവർ 3 പേരും ചെന്ന് യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നേരത്തെ ജോർജറ്റ് പറഞ്ഞതുപോലെ തന്നെ CBI തലപ്പത്തെ തർക്കം വീണ്ടും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ഉത്തരവുകൾ റദ്ദാക്കിയ ഡയറക്ടർ അലോക് വർമ്മയുടെ തീരുമാനത്തിനെതിരെ DCP ദേവേന്ദ്രകുമാർ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. 77 ദിവസത്തെ നിർബന്ധിത അവധിക്ക് ശേഷം അവധി കഴിഞ്ഞ് ഇന്നലെയാണ് അലോക് വർമ്മ ചുമതല പ്രവേശിച്ചത്. സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിലാണ് അലോക് വർമ്മ തിരികെ പ്രവേശിച്ചിരിക്കുന്നതും. അലോക് വർമ്മ അവധിയിൽ പ്രവേശിച്ച സമയത്ത് ഇടക്കാല ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവുവിന്റെ സ്ഥലം മാറ്റ ഉത്തരവുകളാണ് ഇന്നലെ അലോക് വർമ്മ റദ്ദാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന രാകേഷ് അസ്താനയ്ക്കെതിരെ കേസ് അന്വേഷിച്ച AK ബസി, MK സിൻഹ, SA ഗുരു തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എല്ലാവരുടെയും സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കിയതിൽ പെടും. ഇവരെ തന്നെ നിലവിൽ പറയുന്ന AK ബസി അടക്കമുള്ളവർ തന്നെ ആന്തമാനിൽ നിന്ന് തിരിച്ച് ദില്ലി തന്നെ കൊണ്ടുവന്നു. രാകേഷ് അസ്താനയ്ക്കെതിരെ ചോദ്യം നിയമ നടപടിയുമായി മുന്നോട്ട് പോയതിനെതിരെയാണ് അദ്ദേഹത്തെ അടക്കം സ്ഥലമാറ്റ നടപടി നാഗേശ്വർ റാവു നടത്തിയെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആന്തമാനിലേക്ക് സ്ഥലം മാറ്റി അദ്ദേഹത്തെ അടക്കം തിരിച്ചുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയോടുകൂടി തന്നെ 13 പേരെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ഇന്ന് തുടർന്ന് അദ്ദേഹം ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടി തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് യോഗം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് 6 പേരെ ഇവിടെ ദില്ലിയിൽ നിന്ന് സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അദ്ദേഹം ശക്തമായ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. കാരണം ഈ വിഷയത്തിൽ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹം അലോക് കുമാർ വർമ്മ തീരുമാനിച്ചിരുന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു കോൺഗ്രസും ശക്തമായി തന്നെ പറഞ്ഞു. കാരണം റഫാൽ വിഷയത്തിലുണ്ടായ നിയമ നടപടികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഈ പറഞ്ഞ അലോക് കുമാർ വർമ്മ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അർദ്ധരാത്രി, അതായത് ഒക്ടോബർ 23 അർദ്ധരാത്രിയോട് കൂടി തന്നെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം ജൂലൈ വിഷയം മുതൽ തന്നെ CBIയുടെ തലപ്പത്ത് പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ജൂലൈ മാസം മുതൽ ഒക്ടോബർ 23 വരെ ഉണ്ടായിട്ടും 4 മാസത്തിന് ഇടയായി ഉണ്ടായിട്ടും അതിനിടെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ അദ്ദേഹം സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ റഫേൽ വിഷയവുമായി തന്നെ ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ, FIR രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹം പോകുന്നു എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ നടന്ന ഉന്നത സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 8 മണിയോട് കൂടി തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നത്. അതിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനപ്പെട്ട 2-3 തീരുമാനങ്ങൾ എടുത്തു. CVC റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് നൽകണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 77 ദിവസമാണ് അദ്ദേഹത്തിന് കരിയറിൽ നഷ്ടപ്പെട്ടു പോയത്, അത് തിരിച്ചെടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ എന്താണ് ഈ ഉന്നതതല സമിതി യോഗം തീരുമാനമെടുക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ സുപ്രീം കോടതി വിധി പ്രസ്താവം പ്രകാരം പറയുന്നുണ്ട്, നിലവിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ യോഗം ചേരണം, ഉന്നതതല യോഗം ചേരണം. ആ സമിതി വേണം അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ കാര്യങ്ങളെ അദ്ദേഹത്തിനുള്ള CVC റിപ്പോർട്ടിലുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ജോർജറ്റ്, വ്യക്തമാണ്. CBI തലപ്പത്തെ തർക്കങ്ങൾ തുടരുകയാണ്. അലോക് വർമ്മ തിരിച്ചു വന്ന ശേഷം 5 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം അലോക് വർമ്മയ്ക്ക് അഴിമതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല സമിതിയുടെ യോഗവും തുടരുകയാണ്. വിശദമായ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഹരീഷ് നൽകിയത്.
മറ്റു വാർത്തയിലേക്ക് പ്രളയ സെസ് പിരിക്കാൻ കേരളത്തിന് GST കൌൺസിൽ അനുമതി 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്താനാണ് അനുമതി. കേരളത്തിന്റെ വിദേശ വായ്പാ പരിധി ഉയർത്തുന്നതിനും തത്വത്തിൽ അനുമതിയായി. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ഇനി തീരുമാനമെടുക്കാം. 1.5 കോടി വിറ്റുവരവുള്ളവർ വർഷത്തിൽ ഒരിക്കൽ നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയെന്നും GST കൌൺസിൽ തീരുമാനിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരത്തിനൊഴികെ 1% അധിക നികുതി ഏർപ്പെടുത്താനാണ് GST കൌൺസിൽ കേരളത്തിന് അനുമതി നൽകിയത്. 2 വർഷത്തേക്ക് 1% നികുതി പിരിക്കാനാണ് അനുമതി. ഇതിലൂടെ 500 കോടിയുടെ അധിക വരുമാനം പ്രതിവർഷം കേരളത്തിന് ലഭിക്കും. ഇതാദ്യമായാണ് ദേശീയ നികുതി നിരക്കിൽ നിന്ന് അധികമായി നികുതി പിരിക്കാൻ ഒരു സംസ്ഥാനത്തിന് അനുമതി ലഭിക്കുന്നത്. ഏതൊക്കെ വസ്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിനുള്ളിലുള്ള വിൽപ്പനകളുടെ മേൽ 1% അധിക നികുതി ചുമത്താൻ അനുവാദം ഔപചാരികമായിട്ട് അനുവദിച്ചു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് ദേശീയ നികുതിയിലേക്കാൾ വ്യത്യസ്തമായ ഒരു നികുതി ചുമത്താൻ അനുവാദം GST കൗൺസിൽ നൽകുന്നത്. അപ്പോൾ ഒരു വർഷം നമുക്കൊരു 500 കോടി രൂപ ഇതിൽ നിന്ന് അധികം കിട്ടും. 2 വർഷം ഇങ്ങനെ ചുമത്താം. അത് ഏതൊക്കെ ഉൽപ്പന്നം വേണം, എത്ര 2 വർഷം വേണോ തുടങ്ങിയൊക്കെ ഞാൻ ബഡ്ജറ്റിൽ പറയുന്നത്. വിദേശ വായ്പാ പരിധി ഉയർത്തുന്നതിനും തത്വത്തിൽ അനുമതിയായി. കേരളത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ലോട്ടറി നികുതി വർദ്ധിപ്പിക്കുന്നത് പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതിയെ കൌൺസിൽ ചുമതലപ്പെടുത്തി. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ആശ്വാസമാകുന്ന തീരുമാനങ്ങളും കൌൺസിലിലുണ്ടായി. GST രജിസ്ട്രേഷൻ വരുമാന പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ഇനി തീരുമാനമെടുക്കാം. 50 ലക്ഷം വരെ വരുമാനമുള്ള സേവനദാതാക്കളുടെ അനുമാന നികുതി 6% കൌൺസിൽ കുറച്ചു. 3 മാസം കൂടുമ്പോൾ നികുതി റിട്ടേൺ അടക്കുന്നതിന് പകരമായി 1.5 കോടി വിറ്റുവരവുള്ളവർ വർഷത്തിൽ ഒരിക്കൽ നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയെന്നും GST കൌൺസിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. കാര്യമായ ചർച്ചകളൊന്നും കൂടാതെ പാർലമെന്റ് പാസാക്കിയ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. സാമ്പത്തിക മാനദണ്ഡങ്ങളല്ല സംവരണത്തിന്റെ അടിസ്ഥാനമെന്നും ഹർജിക്കാർ പറയുന്നു. നരസിംഹറാവുവിന്റെ സംവരണ നിയമത്തിനെതിരെ പോരാടിയ ഇന്ദിരാ സഹിനിയും അടുത്ത ദിവസം സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ ഹർജി നൽകുമെന്നാണ് സൂചന. പാർലമെന്റ് പാസാക്കിയ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കി നടപ്പിലാക്കുന്നതാകും നല്ലതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഇതാണ് ഫെഡറൽ നിയമങ്ങൾക്ക് നിരക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധത്തിന്റെ കുറവ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭരണഘടന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ സമകാലിക കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള സംശയം. പുതിയ തലമുറയും പൊതുസമൂഹവും ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കുന്നതാണ് ഉചിതം. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. സാധാരണഗതിയിൽ ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു ഫെഡറൽ ഭരണഘടനയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ സംസ്ഥാന നിയമസഭകൾ കൂടി അത് പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്ന പതിവാണുള്ളത്. അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ അദ്ദേഹം ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം. പുതിയ ബെഞ്ച് രൂപീകരിച്ച് ജനുവരി 29-ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും. അയോധ്യ ഭൂമി തർക്ക കേസിൽ അന്തിമവാദം ആരംഭിക്കാനുള്ള സമയവും തീയതിയും ഇന്ന് തീരുമാനിക്കുമെന്ന് കേസ് പരിഗണിച്ച ഉടനെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. ഈ സമയത്താണ് ജസ്റ്റിസ് UU ലളിത് അഭിഭാഷകനായിരിക്കെ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനു വേണ്ടി ഹാജരായ കാര്യം മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാജീവ് ധവൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് ബെഞ്ചിൽ നിന്ന് പിന്മാറാൻ ജസ്റ്റിസ് UU ലളിത് തന്നെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അടുത്ത തവണ കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ ബെഞ്ച് പുനഃസ്ഥാപിക്കും. കേസിൽ അന്തിമവാദം തുടങ്ങുന്ന തീയതി തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് രേഖകൾ പരിശോധിച്ച് വിവർത്തനം കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി രജിസ്ട്രിക്കും ഔദ്യോഗിക വിവർത്തകനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. റഫറൻസ് ഓർഡർ ഇല്ലാതെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് നടപടിക്രമങ്ങളുടെ ലംഘനമല്ലേ എന്നും രാജീവ് ധവൻ ചോദിച്ചു. അയോധ്യ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുള്ളതാണെന്നും തന്റെ തീരുമാനം 3-അംഗ ബെഞ്ചിന് വിരുദ്ധമല്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി നൽകി. രാജ്യം 2019 ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും നിർണായകമാണ്. സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം 2019 ഇലക്ഷന് മുമ്പേ ഉണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചനങ്ങാട്ട്.
മുന്നാക്ക സാമ്പത്തിക സംവരണ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന. തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമെന്ന് ഉദ്ധവ് താക്കറെ. സേനാ മുഖപത്രം സാമ്നയിലൂടെയാണ് ശിവസേനയുടെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അടവാണ് സാമ്പത്തിക സംവരണമെന്നും BJP സംവരണ കാർഡിറക്കി കളിക്കുകയാണെന്നും ശിവസേന ആരോപിച്ചു. തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു. രാജ്യത്തെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വർഷം 1 കോടിയോളം തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകേണ്ടതാണ്. എന്നാൽ തൊഴിലവസരം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ജോലിക്ക് അവസരമില്ലാതെ സംവരണം നടപ്പാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും സേനാ മുഖപത്രം സാമ്ന ചോദിച്ചു. ന്യൂസ് ഡെസ്ക്. സ്ത്രീകൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു. കൊല്ലം തുളസിയുടെ മാപ്പപേക്ഷയും കോടതി തള്ളി. ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്ക് എറിഞ്ഞു കൊടുക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം കലാപത്തിനുള്ള ആഹ്വാനമെന്ന് കോടതി വിലയിരുത്തി. കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരാണത്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പ്രസംഗം. രാഷ്ട്രീയ പ്രസംഗമായി ഇതിനെ കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് പ്രസംഗം. കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും മാപ്പപേക്ഷയും കോടതി തള്ളി. കൊല്ലം തുളസി പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 12 കൊല്ലം ചവറയിൽ വിശ്വാസ സംരക്ഷണത്തിനെന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം. ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു വിവാദ പ്രസംഗം. ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്പർദ്ധ വളർത്തൽ, മതവികാരത്തെ വ്രണപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സായുധ പോലീസിന്റെ സംരക്ഷണം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സായുധ പോലീസ് അസിസ്റ്റന്റ് കമാൻഡറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംരക്ഷണം നൽകുക. 150 പേരാണ് തിരുവാഭരണ പേടകത്തോടൊപ്പം ഉണ്ടാവുക. ബോംബ് സ്ക്വാഡിനെയും വിന്യസിക്കും. പന്തളം രാജാവിന്റെ സംരക്ഷണത്തിന് ഒരു SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഉണ്ടാകുമെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം സമർപ്പിച്ച ഹർജി തീർപ്പാക്കി. കേരള ജനപക്ഷം UDFിലേക്കെന്ന് സൂചന നൽകി PC ജോർജ്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി 9 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാം. ഒരു പാർട്ടിയിലും ലയിക്കില്ലെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. ഒരു സംശയമില്ലാതെ പറയാം, നമ്മുടെ പാർട്ടി ഏത് മുന്നണിയിലാണ്? സ്വന്തം കാര്യം നിന്ന് പോവുകയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് IOA ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്ത അപ്പീൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളി. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി. ISRO ചാരക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. നമ്പിനാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൗസിയ പറഞ്ഞു. ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കം തകർത്തു. നീതി തേടി കോടതിയെ സമീപിക്കുമെന്നും ഫൗസിയ കോഴിക്കോട് വ്യക്തമാക്കി. You can't imagine if I tell, because somebody go through in this only can understand. Otherwise, if I use any word, it's not enough for that. The 3 years I went through, and my everything finished, my daughter's education finished, and she couldn't pass also. Everything, the way my daughter suffered is, I am very sorry for that. I think Kerala government should give me something. He got compensation, it means I also should get. Somebody must think about this and must give me, because I also lost so much.
ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നിലപാടെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ കത്തോലിക്ക സഭയുടെ രൂക്ഷ വിമർശനം. സഭയുടെ ഉടമസ്ഥയിലുള്ള പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സഭയ്ക്കെതിരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സിസ്റ്റർ ലൂസി പ്രചരിപ്പിക്കുന്നുവെന്നും പേരെടുത്ത് പറയാതെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. മാനന്തവാടി രൂപത PRO നോബിൾ പാറക്കലാണ് സഭാ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയിൽ സിസ്റ്റർ ലൂസിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ കന്യാസ്ത്രീ സന്യാസത്തെ അപഹാസ്യമാക്കുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം തുടങ്ങുന്നത്. സഭാധികാരികളുടെ സമ്മതമില്ലാതെയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ കന്യാസ്ത്രീ പങ്കെടുക്കുകയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് വികലമായ ആക്ഷേപം ഉന്നയിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അനുവാദമില്ലാതെ കവിതകൾ പ്രസിദ്ധീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും വാഹനം വാങ്ങിയതും മേലധികാരികളുടെ അനുമതിയില്ലാതെയാണ്. 2017 മുതൽ ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിച്ചില്ല. ഇത്തരത്തിൽ നിരന്തരം അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് കന്യാസ്ത്രീയോട് വിശദീകരണം ചോദിച്ചതെന്നും സത്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സന്യാസ സഭ ആവശ്യപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസി അതിന് തയ്യാറായിട്ടില്ല. താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും പല പുരോഹിതരുടെയും തെറ്റുമറയ്ക്കാനാണ് തന്നെ വിമർശിക്കുന്നതെന്നുമാണ് സിസ്റ്റർ ലൂസിയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപിക പത്രത്തിൽ തനിക്കെതിരെ വന്ന ലേഖനം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ളതെന്ന് സിസ്റ്റർ ലൂസി. ലേഖനം അപലപനീയവും ഖേദകരവുമാണ്. ലേഖനത്തിനെതിരെ കേസ് നൽകാനുള്ള സാഹചര്യമുണ്ടെന്നും സിസ്റ്റർ ലൂസി പ്രതികരിച്ചു. എന്താണ് ഈ ദീപിക ലേഖനത്തോടുള്ള പ്രതികരണം? ദീപികയുടെ ലേഖനകർത്താവ് വളരെ മോശമായിട്ട് എന്നെ വ്യക്തിപരമായി ഹത്യ ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണ്, മാത്രമല്ല വളരെ ഖേദകരമാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള സന്യാസം ജീവിക്കുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള കരിവാരി തേച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ മുതലെടുക്കാം എന്നാണ് ഈ ലേഖനകർത്താവ് വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്താരീതി തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണമെങ്കിൽ എന്നെ ഇത്രമാത്രം മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. CSI സഭയിലും അഴിമതി ആരോപണം. നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്ന് ആരോപിച്ച് CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പിനെ കരാറുകാരനും ജീവനക്കാരും തടഞ്ഞുവച്ചു. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് കരാറുകാരന്റെ പരാതി. സഭ തിരഞ്ഞെടുപ്പിനായി തന്നോട് ഇപ്പോഴത്തെ ട്രസ്റ്റ് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും കരാറുകാരൻ പ്രവീൺ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്നാരോപിച്ചാണ് സഭാ ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും ചേർന്ന് CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്ത് തടഞ്ഞത്. പോലീസെത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ തൊഴിലാളികൾ റോഡിൽ കുത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും സഭ തങ്ങളുടെ നിർമ്മാണ ഉപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു മിഖായേൽ കമ്പനി ജീവനക്കാരുടെ പ്രതിഷേധം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന് ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. യഥാർത്ഥ ഘടകം ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പേ ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50 ലക്ഷം രൂപ എന്നോട് ചോദിച്ചിരുന്നു. അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വൈരാഗ്യമാണ് എൻ്റെ അടുത്ത് നയിക്കുന്നത്. പണിയായുധം മാത്രമേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. ബാക്കി കോടതിയെങ്കിലും നിശ്ചയിച്ച് കാശ് കിട്ടട്ടെ. പണിയായുധം ഇല്ലാതെ എനിക്ക് ഏകദേശം 250ഓളം PF കിട്ടുന്ന സ്റ്റാഫുണ്ട്. എനിക്ക് പണി ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ മൊത്തം 300 കോടിയോളം വർക്ക് ചെയ്തതിൽ 24 കോടി രൂപയുടെ വർക്ക് ഈ CSIയുടെ ചെയ്തിട്ടുള്ളൂ. അതിലാണ് എനിക്ക് ഈ 11 കോടി രൂപ കിട്ടാനുള്ളത്. ഞാൻ ഒരു CSI സഭാംഗമാണ്. മുൻ ഭരണസമിതിയുമായി ചേർന്ന് കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. CSI സഭാ ട്രഷറർ റവറൻ കാൽവിൻ ക്രിസ്റ്റോ: അത് നമുക്കറിയില്ല. അത് അദ്ദേഹം കോടതിയിൽ കേസിന്റെ വഴിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അഥവാ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് തിട്ടപ്പെടുത്തട്ടെ, കോടതി വരട്ടെ, നോക്കട്ടെ, എത്ര സാധനങ്ങളുണ്ടെന്ന് നോക്കട്ടെ, അതനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ആർക്കും ഇപ്പം ചെയ്യാൻ പറ്റുന്നതല്ല. മുൻ ഭരണസമിതി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന ആരോപണവുമായി 2 മാസം മുമ്പും സഭാ ആസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവോത്ഥാനത്തെ പുച്ഛിക്കുന്നവർ ആ നവോത്ഥാനം കൊണ്ടാണ് മലയാളി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് മനസ്സിലാക്കണമെന്ന് കഥാകാരൻ M. മുകുന്ദൻ. താഴ്ന്ന ജാതിയിൽപ്പെട്ടതിനാൽ പല സ്ഥലത്തും നിന്നും താൻ അവഗണിക്കപ്പെട്ടിരുന്നുവെന്ന് T. പത്മനാഭനും അഭിപ്രായപ്പെട്ടു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ആക്ടിവിസ്റ്റ് മാത്രമല്ല, തന്റെ ഉള്ളിൽ ഒരു കലാപകാരി കൂടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മയ്യഴിയുടെ കഥാകാരൻ സംസാരിച്ചത്. ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമാണ് ഫാസിസത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കേരളത്തിലാണ്
ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇടതുപക്ഷത്തിനെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ. നവോത്ഥാനത്തെ പുച്ഛിക്കുന്നവർ ആ നവോത്ഥാനം കൊണ്ടാണ് മലയാളി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പലരും പരിഹസിക്കുന്നുണ്ട്. പലരും പറഞ്ഞ നവോത്ഥാനം എന്ത് നവോത്ഥാനം എന്നുള്ളതാണ്. പക്ഷെ അത് നവോത്ഥാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മളങ്ങനെ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയത് മലയാളി. പക്ഷെ ഇവിടെ എത്തിയിട്ട് നമ്മൾ പലതിനെയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നവോത്ഥാനം അതിന്റെ ഈ ജാതിക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്ത് വൈക്കം സത്യാഗ്രഹം ആളുകൾ പറയും. കീഴ്ജാതിയായതിന്റെ പേരിൽ താൻ പലയിടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനെ കുറിച്ചാണ് ടി പത്മനാഭൻ പറഞ്ഞത്. ഞാനൊരു പാവം ജാതിയായി പറന്നുപോയത് കൊണ്ട് എനിക്കും പല ദിക്കിലും പ്രവേശനമൊന്നുമില്ല. തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ അവിടെയൊന്നും എന്നെ ഇതുവരെ കയറ്റിയിട്ടില്ല. സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.